ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ എരുമേലി വാവൽപ്പള്ളിയിൽ എത്ര രൂപയാണ് വരുമാനം വരുന്നത്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ലല്ലോ അന്നദാനം നടക്കുന്നത്. ഇതര മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് പറയുവാൻ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തനം തയ്യാറാവില്ല. ഹൈന്ദവ സമൂഹത്തിൻ്റെ മേൽ ഇത്തരം കുതിര കയറുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. ഹൈന്ദവ സമൂഹം സംഘടിതമല്ല, അതല്ലെങ്കിൽ അതിനെ പറഞ്ഞാൽ ആരും ചോദിക്കാനില്ല എന്നുള്ള ധാർഷ്ട്യമാണ് ഇവരെ കൊണ്ടിങ്ങനെ പറയിക്കുന്നത് എങ്കിൽ ഇവർക്ക് വരും കാലങ്ങളിൽ ശക്തമായ തിരിച്ചടി ഹൈന്ദവ സമൂഹം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ ഓഡിറ്റുകൾക്ക് വിധേയമാകുന്ന ക്ഷേത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ക് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാത്തിനും കൃത്യമായ ചിട്ടകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നവർ എന്തുകൊണ്ട് ഒരു മുസ്ലിം പള്ളിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകളെ കുറിച്ചിട്ടോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നത് ശബരിമല ശ്രീധർമ്മ സംസ്ഥാനം ദർശിക്കാനാണ്. അവിടെ വരുന്നതിൽ ബഹുഭൂരിപക്ഷം അയ്യപ്പ ഭക്തന്മാരും എരുമേലി വഴിയാണ് വരുന്നത്. എരുമേലിയിൽ വന്ന് പേട്ടതുള്ളി അവിടെ വാവൽപ്പള്ളിയിൽ കയറി ദർശനം നടത്തിയിട്ടാണ് എരുമേലി വഴി വരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരും ചെയ്യുന്നത്. ശബരിമലയിൽ വരുന്ന കണക്കുകൾ നമുക്ക് ദിവസേന തന്നെ വൈകുന്നേരം ചാനലിലൂടെ അറിയാനുള്ള സാഹചര്യമുണ്ട്. ഒരേ അയ്യപ്പ ഭക്തൻ എരുമേലിയിൽ വന്ന് വാവൽപ്പള്ളിയിൽ ദർശനം നടത്തി അവിടെയും കാണിക്ക അർപ്പിച്ചിട്ടാണ് ശബരിമലയിൽ എത്തുന്നത്. ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ എരുമേലി വാവൽപ്പള്ളിയിൽ എത്ര രൂപയാണ് വരുമാനം വരുന്നത്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൃത്യമായ ഓഡിറ്റിന് വിധേയമാകുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളെ എപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, എന്നാൽ ഇത്തരം ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായ ഇതര മതസമൂഹങ്ങളുടെ കേന്ദ്രങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഇത്തരം മാധ്യമപ്രവർത്തകർ തന്നെ മുന്നിൽ വരികയാണ്. ഈ ഇരട്ടത്താപ്പാണ് ഹൈന്ദവ സമൂഹവും കേരള സമൂഹവും തിരിച്ചറിയണമെന്ന് ഹിന്ദു ഐക്യവേദി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.